ബിഗ് ബോസ് സീസൺ 7 മലയാളം വീക്കെൻഡ് എപ്പിസോഡ് 35ന്റെ റിവ്യൂ. ഇന്ന് അനുമോളെ പൊളിച്ചടുക്കി ലാലേട്ടൻ. തന്റെ തെറ്റിൽ ഉറച്ചു നിന്ന് അനുമോൾ ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന നവ്യ നായരുടെ ട്രോൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ഒരു സോറി പോലും പറയാതെ, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ അനുമോൾ താൻ പറഞ്ഞ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അനുമോളിന്റെ പിആറുകൾ ഇപ്പോൾ അവൾ ധീരയായ സ്ത്രീ എന്ന് പറഞ്ഞ് അവളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഈ കാര്യത്തിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന പിആറുകളെ, നിങ്ങളോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, നാണമില്ല നിങ്ങൾക്ക് അനുമോളെ ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാൻ? സ്വന്തം തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവർ എങ്ങനെയാണ് ധീരരാവുക? സ്വന്തം തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരുപാട് കുറ്റവാളികൾ ഈ ലോകത്തുണ്ട്. അപ്പോൾ അവരൊക്കെ ധീരന്മാരായിരിക്കുമല്ലോ. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ, ഈ കാര്യത്തിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കാഴ്ചപ്പാടിൽ, ഒരു സദാചാര അമ്മായിത്തരം മാത്രമേ അനുമോൾ കാണിച്ചിട്ടുള്ളൂ. ഇതാണ് ധീരത. ലാലേട്ടൻ വന്നപ്പോൾ ഒരു സിനിമ കാണിച്ചു തരാമെന്ന് ഹൗസിലുള്ളവരോട് പറയുന്നു. എന്നിട്ട് അനുമോൾ അടങ്ങിയ, ആര്യനും ജിസയിലും അടങ്ങിയ കൂട്ടുവിചാരണയുടെ വീഡിയോ കാണിക്കുന്നു. ഇത് കഴിഞ്ഞ് ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് നാണമില്ലേ? 4 ജനറേഷനുകൾ കാണുന്ന ഷോയാണിത്. പുതിയതായിട്ട് വന്നവർ ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ പറയുന്നു. എന്താണ് ഇതൊക്കെ? മസ്താനിയോട് പുറത്തെ കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. ടെലികാസ്റ്റ് ചെയ്തത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് മസ്താനി. പുറത്തെ അനുമോളിന്റെ ബോയ് ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ എന്ന് മസ്താനിയോട് മോഹൻലാൽ ചോദിക്കുന്നു. അനുമോൾ നിങ്ങൾ കണ്ടോ എന്ന് മോഹൻലാൽ ചോദിക്കുന്നു. കണ്ടു എന്ന് കൂസലില്ലാതെ അനുമോൾ. 2ാമത്തെ ദിവസം നിങ്ങൾ ജയിലിലായിരുന്നില്ലേ എന്ന് മോഹൻലാൽ. ജയിലിൽ കിടന്ന് നിങ്ങൾ കണ്ടോ? ജയിലിൽ കിടന്നല്ല എന്ന അനുമോൾ. എന്ത് കണ്ടുവെന്ന് മോഹൻലാൽ ചോദിക്കുന്നു. ഇവർ രണ്ടുപേരും ഒരുമിച്ച് എന്ന അനുമോൾ. ശരി, ഞങ്ങളെല്ലാം ഒരുമിച്ച് നോക്കി. ഞാൻ US-ലായിരുന്നു, ഞാനും നോക്കി. ഞങ്ങൾ കണ്ടിട്ടില്ല. ആരിനടക്കമുള്ളവർ കൈകൊട്ടി. ആര്യൻ അനുമോടെ അടുത്ത് എഴുന്നേറ്റ് വന്ന് സൂപ്പർ എന്ന് പറഞ്ഞ് കൈകൊട്ടി. അക്ബർ അവനെ പിടിച്ച് അവിടെ ഇരുത്തി. ഞാൻ കണ്ടത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടു എന്ന അനുമോൾ. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന്. ബാക്കി ആരും കാണാത്തത്, ഞങ്ങൾ പോലും കാണാത്തത് എങ്ങനെ അനുമോൾ കണ്ടു എന്ന് മോഹൻലാൽ. അതെനിക്കറിയില്ല എന്ന അനുമോൾ. ഞാൻ കണ്ടു എന്ന അനുമോൾ. വീണ്ടും, ഇതൊരു ഷോയല്ലേ, ഞങ്ങൾക്കൊരു റെപ്യൂട്ടേഷൻ ഇല്ലേ, ആൾക്കാർ കാണുന്നതല്ലേ എന്ന് മോഹൻലാൽ. ഞാൻ കണ്ടു എന്ന് വീണ്ടും അനുമോൾ. അനുമോൾ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. തന്റെ തെറ്റാണെങ്കിലും താൻ ഏതായാലും അക്സെപ്റ്റ് ചെയ്യുന്ന രീതിക്ക് തന്നെയാണ് അനുമോൾ നിൽക്കുന്നത്. ഇതിലും ചെറിയ കാര്യങ്ങളിൽ പോലും കരയുന്ന അനുമോൾക്ക് ഇപ്പോൾ ഒരു കരച്ചിൽ പോലും വരുന്നില്ല. നേരത്തെയുള്ള ഓരോ കരച്ചിലുകളും ഓരോ അഭിനയങ്ങളായിരുന്നുവെന്ന് ഇതുകൊണ്ട് വീണ്ടും വീണ്ടും തെളിഞ്ഞു. അനീഷ്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് മോഹൻലാൽ. എനിക്ക് ഏതാണ് ശരിയും തെറ്റെന്ന് മനസ്സിലായില്ലെന്ന് അനീഷ്. ഇതിൽ ശരിയും തെറ്റിന്റെ കാര്യം എന്താണ്? ഒരാൾ പുതപ്പ് കൊണ്ടുവരിക, ഡെമോൺസ്ട്രേഷൻ കാണിക്കുക, ഒരാൾ കൂടെ പോയി കിടക്കുക. എന്തൊരു നാണം കെട്ട ആക്ടാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് മോഹൻലാൽ. അനുമോളെ ധീരയായി പ്രഖ്യാപിക്കുന്ന പിആറുകളോട് ഒന്ന് ചോദിക്കട്ടെ, ഈ ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നതാണ് ധീരത? നാണമുണ്ടോ നിങ്ങൾക്കും? ആ ആക്ട് ചെയ്യാൻ പാടില്ലെന്ന് നിങ്ങൾക്ക് എഴുന്നേറ്റ് പറഞ്ഞുകൂടെ എന്ന് മോഹൻലാൽ അവിടെയുള്ള ഓരോരുത്തരോടും ചോദിക്കുന്നു. ഞാൻ ഇറങ്ങിപ്പോയെന്ന് ഒണിയൽ. അക്ബർ മാത്രമാണ് ഇറങ്ങിപ്പോയതെന്ന് മോഹൻലാൽ. ഞാനും ഇറങ്ങിപ്പോയെന്ന് ഒണിയൽ. പ്രേക്ഷകർക്കിടയിൽ വളരെ സന്തോഷകരമായ അവസ്ഥയാണ് നിങ്ങളുണ്ടാക്കിയതെന്ന് മോഹൻലാൽ. ജിസൈലിനോട് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ ജിസൈൽ പറഞ്ഞു, മേക്കപ്പ് എല്ലാം കിട്ടിയതുകൊണ്ട് ഇപ്പം മേക്കപ്പിനെ പറ്റി പറയാൻ അനുമോൾക്കില്ല, അതുകൊണ്ട് കിട്ടിയ പുതിയ കാര്യമാണ് ഇതെന്ന്. ആദില, നൂറ എന്നിവരെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് മോഹൻലാൽ ചോദിച്ചു, നിങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ അനുമോളുടെ കൂടെ സപ്പോർട്ട് ചെയ്തത്. വളരെ പ്രോഗ്രസീവായ ആളുകൾ എന്ന് സ്വയം ചിന്തിക്കുന്ന നിങ്ങൾ ഈ ആക്ടിന്റെ കൂടെ നിൽക്കാൻ എന്താണ് കാരണം? ഇതിൽ തന്നെ വ്യക്തമാണ് അവരുടെ ചിന്താഗതികൾ ഇടുങ്ങിയതാണെന്ന്. സ്വന്തം കാര്യത്തിൽ മാത്രമേ അവർ പ്രോഗ്രസീവ് ആകുന്നുള്ളൂ. അനുമോൾക്ക് അവർ സപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ നൂറ, സപ്പോർട്ടോ? പുതപ്പെടുത്ത് കൊണ്ടുവന്നത് നിങ്ങളല്ലേ? പുതപ്പെടുത്ത് കൊണ്ടുവരുന്നു, കിടത്തുന്നു. എന്തൊക്കെ നാണക്കേടാണ് കുട്ടികളെ. നന്നായിട്ട് ചമ്മി നൂറയും ആദിലയും. എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്ന് നൂറ. അതിനിങ്ങനെയാണോ ചെയ്യുന്നതെന്ന് മോഹൻലാൽ. ഡെമോൺസ്ട്രേഷൻ തെറ്റായിരുന്നുവെന്ന് നൂറ. അനുമോൾ കണ്ടു എന്ന് പറഞ്ഞ് ചുമ്മാ കള്ളം പറയുന്നതെന്ന് ആര്യൻ. കണ്ടു എന്ന രീതിയിൽ അനുമോളുടെ മുഖഭാവം. അനുമോൾ കണ്ടു എന്നാണ് പറയുന്നത്. എന്ത് കണ്ടു എന്ന് മോഹൻലാൽ അനുമോളിനോട്. പുതപ്പിനുള്ളിൽ എന്ത് കണ്ടു എന്ന് മോഹൻലാൽ. അനുമോൾ പറഞ്ഞു, മുഖം ഫേസ് ചേർത്ത് അവർ കിസ് ചെയ്ത് കണ്ടു എന്ന്. ഞങ്ങളാരും കാണാത്ത അനുമോൾ എങ്ങനെ കണ്ടുവെന്ന് മോഹൻലാൽ. അതെനിക്കറിയില്ലെന്ന് വീണ്ടും അനുമോൾ. അനുമോൾ തന്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. എന്ത് ചെയ്താലും തോറ്റു കൊടുക്കില്ലെന്ന രീതിയിൽ. എന്ത് കണ്ടു എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അവിടെയായിരുന്നു ബിഗ് ബോസിനും മോഹൻലാലിനും തെറ്റുപറ്റിയത്. മറ്റുള്ളവരുടെ കിടപ്പറയിൽ ഒളിഞ്ഞു നോക്കി സദാചാരം തെളിയിക്കുകയല്ല ചെയ്യേണ്ടത് എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. ഈ 21ാം നൂറ്റാണ്ടിൽ പ്രോഗ്രസീവായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ആണും പെണ്ണും പുതപ്പിനുള്ളിൽ കിടന്ന എന്താണ് എന്ന് ചോദിക്കണമായിരുന്നു. അനുമോൾ ഒഴിഞ്ഞു നോക്കിയതും തെറ്റാണെന്ന് ഒണിയൽ പറയുന്നുണ്ടായിരുന്നു. ആര്യനും ജിസയിലും നല്ല സുഹൃത്തുക്കളാണെന്ന് അക്ബർ. അവരെപ്പറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വന്നുവെന്നും അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയതെന്നും അക്ബർ. ഈ ആക്ട് കാണാൻ എനിക്ക് ഒരു താല്പര്യമില്ലായിരുന്നു എന്നും അക്ബർ. അക്ബറിന് പ്രേക്ഷകരുടെ ഈ ഒരു കാര്യത്തിൽ നല്ല അഭിപ്രായം നേടിയെടുക്കാൻ സാധിക്കും. ഒണിയലും നന്നായി തന്നെയാണ്. അനുമോളെ ചപ്പാത്തിക്കള്ളി എന്ന് വിളിച്ചപ്പോഴുള്ള അനുമോളുടെ പെരുമാറ്റവും, ജിസൈലിനെ അനുമോൾ ചുംബന കേസിൽ പറഞ്ഞപ്പോൾ ജിസൈൽ പെരുമാറിയതിന്റെയും വീഡിയോ കാണിച്ചു. അതിൽ നന്നായി പെരുമാറിയത് ജിസൈലായിരുന്നു. ചപ്പാത്തിക്കളി എന്ന് വിളിച്ചപ്പോൾ എടിയെന്ന് പറഞ്ഞ് ചല്ലാൻ ഓടി വന്നതും ദേഹത്ത് തട്ടിയിട്ട് പോയി അലറി കരയുന്ന അനുമോളിന്റെ വിഷലുകൾ. അനുമോൾ പറഞ്ഞത് ഞാൻ പ്രശ്നമുണ്ടാക്കാൻ പോകുന്നില്ലെന്ന് ജിസൈൽ. ചെയ്താൽ ചെയ്തു, ചെയ്തില്ലെങ്കിൽ ചെയ്തു, അത്രയേ ഉള്ളൂ എന്ന്. എത്ര നന്നായിട്ടാണ് ജിസൈലിനെതിരെയുള്ള ആരോപണം വന്നപ്പോൾ ജിസൈൽ ബിഹേവ് ചെയ്തതെന്ന് മോഹൻലാൽ.
എല്ലാവരും കൈയടിച്ചു അത് കേട്ട്. അനുമോളുടെ കൈ കൊടുത്തിരുന്ന ജിസൈലിന്റെ ഫോട്ടോയും ജിസൈലിന്റെ കൈ കൊടുത്തിരുന്ന അനുമോളുടെ ഫോട്ടോയും എടുത്തുകൊണ്ട് വരാൻ മോഹൻലാൽ പറയുന്നു. അതിൽ യക്ഷിയുടെ പോലെ വരച്ചു വെച്ചിരിക്കുന്നത് കണ്ട് മോഹൻലാൽ ചോദിക്കുന്നു, ഇതിൽ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് മോഹൻലാൽ ചോദിക്കുന്നു. ഞാനത് തമാശയ്ക്ക് ഫണ്ണായിട്ട് ചെയ്തതാണെന്ന് അനുമോൾ. നിങ്ങളുടെ ഫോട്ടോ കത്തിച്ചപ്പോൾ നിങ്ങൾ എന്തൊരു കരച്ചിലായിരുന്നു, അപ്പോൾ വേറൊരാളുടെ ഫോട്ടോയിൽ ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നത് ശരിയാണെന്ന് മോഹൻലാൽ. അനുമോളുടെ ഇരട്ടത്താപ്പ്. ഇവിടെ എല്ലാവരും ഇൻവോൾവ് ആയതുകൊണ്ട് എല്ലാവർക്കും ഞാനൊരു ശിക്ഷ തരികയാണ്. എല്ലാവരും മറ്റൊരാളുടെ ഡ്രസ്സുകൾ ഒരാഴ്ചത്തേക്ക് അലക്കണം. ആരുടേതെന്ന് നറുക്കിട്ടാണ് തീരുമാനിച്ചത്. അങ്ങനെ എല്ലാവരുടെയും ഇവിടെയുള്ള അഴുക്കുകൾ പോകട്ടെ എന്ന് മോഹൻലാൽ. അനുമോളുടെ ആ സ്ക്രിപ്റ്റ് പൊട്ടിപ്പോയെന്ന് അക്ബർ. നീ തെറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. യു ആർ എ സച്ച് എ ക്രൂക്കഡ് പേഴ്സൺ എന്ന് ആദില. പുതിയ വൈൽഡ് കാർഡുകളെ പറ്റി ലാലേട്ടൻ അനീഷിന് ചോദിച്ചപ്പോൾ ഏറ്റവും മോശപ്പെട്ട വൈൽഡ് കാർഡുകളാണ് അവർ എന്ന് അനീഷ്. അവർ പുറത്തെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. എനിക്ക് പോലും അറിയാത്ത എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ് മസ്താനി അറിയാന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു പറയൂ. പിന്നെ മസ്താനി തുറന്നിട്ടില്ല എന്ന് അനീഷ്. ലക്ഷ്മി ആകട്ടെ വന്നയുടനെ ആരും ശരിയല്ല, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ഫേക്ക് പേഴ്സൺ ആണെന്ന് അനീഷ്. പ്രവീണാകട്ടെ എല്ലാവരുടെയും അടുത്ത് പോയിട്ട് സ്ക്രൂ കയറ്റിയിരിക്കുന്ന കണ്ണിങ് ആയിട്ടുള്ള. സാബുവാനാകട്ടെ 15 മിനിറ്റ് ബിഗ് ബോസ് കൊടുത്തപ്പോൾ ഷർട്ട് ഊരി ബോഡി ഷോ നടത്തിയതല്ലാതെ തന്റെ സമയം വേസ്റ്റ് ചെയ്ത മഹാനാണെന്ന് അനീഷ്. ജിഷിനാകട്ടെ റൗഡി ക്യാരക്ടറാകാൻ ശ്രമിക്കുന്നു. എന്റെ കണ്ണിന് നോക്കിയാൽ എല്ലാവരും പേടിക്കുമെന്ന് കരുതുന്ന പേടിത്തൂറി. ഓണമായിട്ട് അവിടെ വരണമെന്ന് ഞാൻ ഓർത്ത, പക്ഷെ എന്തിനാ വരുന്നതെന്ന് മോഹൻലാൽ. പക്ഷെ എല്ലാവരും വരണം പ്ലീസ് എന്ന് പറഞ്ഞപ്പോൾ മോഹൻലാൽ അങ്ങോട്ട് ചെന്നു. ഹൗസിലുള്ളവരെ പറ്റി അക്ബറിന്റെ പാരഡി ഗാനമുണ്ടായിരുന്നു. തിരുവാതിര. മോഹൻലാൽ എല്ലാവർക്കും സ്വർണ്ണക്കോയും കൊടുത്തു. രേണുവിനോട് ചോദിച്ചു എന്റെ കൂടെ വരുന്നു എന്ന്. വീട്ടുകാരുടെ ഓണവിഷസ് അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. മോഹൻലാൽ പോയപ്പോൾ രേണുവിനെയും കൊണ്ടാണ് പോയത്. എപ്പോഴും റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടാണ് രേണുവിനെ കൊണ്ടുപോകുന്നതെന്ന് മോഹൻലാൽ. ചെറിയ കാര്യങ്ങൾ ഇനി ഇങ്ങനെ പറയാൻ പാടില്ലെന്ന് മോഹൻലാൽ എല്ലാവരോടുമായി പറയുന്നു. രേണുവിന് പുറത്ത് നല്ല വോട്ടുണ്ടായിരുന്നുവെന്നും മോഹൻലാൽ. രേണുവിനെ കൊണ്ട് ഒരു കണ്ടന്റും കിട്ടില്ലെന്ന് ബിഗ് ബോസിന് അറിയാം. അതാണ് ബിഗ് ബോസ് രേണുവിനെ പറഞ്ഞു വിട്ടത്. എനിക്ക് ഇവിടെ വന്നപ്പോൾ മുതൽ ഒരു ട്രോമ പോലെയായിരുന്നു. അതാണ് എനിക്കൊന്നും വയ്യാതെ എന്ന് എന്നെ നെഗറ്റീവ് പറഞ്ഞവരുടെ മുമ്പിൽ ഒരു ദിവസം ലാലേട്ടന്റെ കൈ പിടിച്ച് ഇവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. ഒരു ദിവസമല്ല, ഒരു മാസം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയെന്ന് രേണു. മോഹൻലാൽ ഹൗസിലുള്ളവരോട് പറഞ്ഞു, ഇനി ചീത്ത വാക്കുകളോ ആംഗ്യങ്ങളോ ഒക്കെ ഉപയോഗിച്ചാൽ ആ നിമിഷം തന്നെ പറഞ്ഞു വിടുമെന്ന് മോഹൻലാൽ. അടുത്ത എവിഷൻ പ്രക്രിയയായിരുന്നു. അനീഷ്, ബിന്നി, അപ്പാനി, നൂറ, അഭിലാഷ്, ഉണിയൽ എന്നിവരോട് പുലിത്തല ധരിച്ച് ഗാർഡൻ ഏരിയയിൽ പുലിക്കളി നടത്താൻ പറയുന്നു. ഇമ്മ്യൂണിറ്റി പവർ കിട്ടിയെങ്കിലും താൻ പോകുമോ എന്ന് പേടി നൂറയുടെ മുഖത്ത്. പുലിക്കളി നടത്തുമ്പോൾ അവിടെ ഒരു വേട്ടക്കാരൻ വന്ന് അവരിൽ ഒരാളെ പിടിച്ചുകൊണ്ട് പോകുന്നു ബിഗ് ബോസ്. പുലിക്കളി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വേട്ടക്കാരൻ വന്ന് ബിന്നിയെ ആദ്യം പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ മസ്താനി സൂപ്പർ എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ബിന്നിയെ തിരിച്ചുകൊണ്ട് അവിടെ വിട്ടു. അതുപോലെ ഓരോരുത്തരെ മാറി ചെയ്തു. ആളെ പറ്റിക്കുകയാണെന്ന് അക്ബർ. അവസാനം അപ്പാനിയെ വേട്ടക്കാരൻ പിടിച്ചുകൊണ്ട് പോകുന്നു. അപ്പാനി കൈവീശി കാണിക്കുന്നുണ്ട്. സൂപ്പർ എന്ന് പറഞ്ഞ് കൈകൊട്ടിച്ചിരിക്കുന്ന മസ്താനി. എനിക്ക് സന്തോഷമായി. സൂപ്പർ ഡിസിഷൻ. അടുത്ത ആഴ്ചയിൽ പോയാലും എനിക്ക് കുഴപ്പമില്ല. അപ്പാനി എന്നെ ഏറ്റവും മോശപ്പെട്ട ചീത്ത വാക്ക് വിളിച്ചു. പ്രേക്ഷകർക്ക് നന്ദി എന്ന്. ഒരാൾ പോകുമ്പോൾ ഇത്രയേറെ സന്തോഷിക്കുന്ന ഒരാളെ ബിഗ് ബോസ് ഇതുവരെ കണ്ടിട്ടില്ല. ഏതായാലും അടുത്ത ആഴ്ച തന്നെ മസ്താനി പോകാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പാനിയെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ താൻ രക്ഷപ്പെട്ടല്ലോ എന്ന ആശ്വാസത്തോടെ ഇരിക്കുന്ന നൂറ ആദിലയും നൂറയും കെട്ടിപ്പിടിക്കുന്നു. 3 ആഴ്ച നൂറ സേഫ്. അനുമോളും ഷൈറ്റയും അക്ബറും ഒക്കെ കരയുന്നുണ്ടായിരുന്നു. അക്ബറുടെ കരച്ചിൽ റിയൽ ആയിരുന്നു. മസ്താനിയോട് തെറി പറഞ്ഞതിന്റെ പേരിലല്ല അപ്പാനി പോയതെന്ന് ബിന്നി. ഇതൊരു ഗെയിമിന്റെ ഭാഗം മാത്രം. നീയും അടുത്ത ആഴ്ച പോകുമെന്ന് ബിന്നി. പോയാലും എനിക്ക് കുഴപ്പമില്ലെന്ന് മസ്താനി. ജസ്റ്റ് മിസ്. അടുത്ത ആഴ്ച ഏതായാലും നീ പോകുമെന്ന് ബിന്നിയോട് മസ്താനി. നീ നല്ല മാന്യമായ ഭാഷയാണല്ലോ സംസാരിക്കുന്നതെന്ന് ബിന്നി. അപ്പാനി എന്താ മണിമുത്താണോ? ഇത്രയും വൃത്തികെട്ട ഭാഷ ഞാൻ ഏതായാലും സംസാരിച്ചിട്ടില്ല. എന്നെ വിളിച്ചത് കേട്ടിട്ടില്ല എന്ന് മസ്താനി. പ്രൊവോക്ക് ചെയ്ത് ആളുപോയി. ഇനി ആ വാക്കുകൾ സംസാരിക്കേണ്ടെന്ന് ലക്ഷ്മി മസ്താനിയോട്. മസ്താനി നാറിയെന്ന് ആര്യൻ പറയുന്നു. മോഹൻലാലിന്റെ അടുത്ത് വന്ന് അപ്പാനിയോട് എന്ത് പറ്റിയെന്ന് മോഹൻലാൽ ചോദിക്കുന്നു. അപ്പാനിയുടെ വീഡിയോസ് കാണിച്ചു കൊടുക്കുന്നു. അതിനിടയ്ക്ക് അപ്പാനി വീഡിയോ ഒക്കെ കണ്ട് കരയുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് അവിടെ കുറച്ചുകൂടി നിൽക്കണമെന്ന് അപ്പാനി. സുഹൃത്തായ അക്ബർ കരയുന്നുണ്ടെന്ന് മോഹൻലാൽ അപ്പാനിയോട്. ഹൗസിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പാനി അക്ബറിനോടൊക്കെ സംസാരിക്കുന്നു. മോഹൻലാൽ മസ്താനിയോട് ചോദിക്കുന്നു എന്താണ് ഇത്ര സന്തോഷമെന്ന്. അപ്പാനി എനിക്കെതിരെ ചീത്ത വാക്കുകൾ ഉപയോഗിച്ചു എന്ന് മസ്താനി. നിങ്ങൾ പറഞ്ഞ വാക്കുകളെ പറ്റി അടുത്ത ദിവസം പറയാമെന്ന് മോഹൻലാൽ. അങ്ങനെ അപ്പാനി ഔട്ടായി. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം. എന്താണ് എവിഷനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം? അപ്പാനി പോയതിനെ പറ്റിയും രേണു പോയതിനെ പറ്റിയും കമന്റ് ചെയ്യാമോ? അനുമോൾ ശരിയോ തെറ്റോ കമന്റ് ചെയ്യുമോ?